ഒരുപാട് ഫേക്ക് പ്രോമിസസ് ഒന്നും ഇല്ലാതെ ഞാൻ ഓൺലൈനിൽ കണ്ടൊരു പ്രൊഡക്റ്റ് ആട്ടോ ഇത്. അങ്ങനെ മാരക റിസൾട്ട് ഒന്നും എനിക്ക് ഉണ്ടായില്ല. പക്ഷെ కన్టిన్యూస్ అయితే 7 ദിവസം ഞാൻ యూస్ ചെയ്തപ്പോൾ എനിക്ക് విజిబుల్ రిజల్ట్ കാണാൻ పట్టి. మీరు కూడా ఇవన్నీ నమ్ముతున్నారా? 1 డే కాదు, 1 మంత్ కాదు, మీరు 1 year వాడినా. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഗർ എന്ന് പറയുന്ന ഒരു സോപ്പിനെ കുറിച്ചാണ് സുഹൃത്തുക്കളെ നമ്മളിവിടെ സംസാരിക്കുന്നത്. നിങ്ങൾ കുറച്ച് ആൾക്കാരെങ്കിലും ഇതുപോലെ ഇൻഫ്ലുവൻസേഴ്സ്, വീഡിയോ ക്രിയേറ്റേഴ്സ്, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ ഈ ഗർ എന്ന് പറയുന്ന സോപ്പിനെ പ്രൊമോഷൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കുറെ നാളുകൾക്ക് മുന്നേ ഇന്ദുലേഖ വൈറ്റ് എന്ന് പറയുന്ന ഒരു സോപ്പിനെ നമ്മുടെ മമ്മൂക്ക അഡ്വർടൈസ്മെന്റ് ചെയ്തേക്കുന്നതിന്റെ പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പരസ്യമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തി പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സോപ്പ് തേച്ചിട്ട് ഞാൻ വെളുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീട് കോടതിയിൽ നിന്നും ആ ഒരു വ്യക്തിക്ക് അനുകൂലമായിട്ട് വിധി വരികയും ആ ഒരു വ്യക്തിക്ക് നഷ്ടപരിഹാരം കിട്ടുന്ന രീതിയിലോട്ട് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതുപോലെ ആൾക്കാരെ ഇതുപോലെ ഇൻസ്റ്റന്റ്ലി വെളുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു സോപ്പ് ആണെങ്കിലും ചെയ്യുന്നത്. ഇതിന്റെ പ്രൊമോഷനാണ് കുറെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. pH ഭയങ്കരമായിട്ട് കൂടുതലുള്ളൊരു സോപ്പാണിത്. ആക്ച്വലി ഒരു സോപ്പ് തേച്ച് ഇവർ ഈ ഗർ എന്ന് പറയുന്ന ഒരു സോപ്പ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ദേഹത്തേക്ക് ടാൻ ഒക്കെ പെട്ടെന്ന് റിമൂവ് ആക്കും എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളാണ് ഇവർ പറയുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവിടുത്തെ ഡെർമറ്റോളജി ക്ലിനിക്സും പിന്നെ അവിടെ കുറെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ടാൻ റിമൂവൽ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതിനൊന്നും ആൾക്കാർ പോകേണ്ട ആവശ്യമില്ലല്ലോ. നേരെ ഇതൊരു സോപ്പ് വാങ്ങിച്ചിട്ട് നിൽക്കങ്ങ് ഒരയ്ക്കാൻ മതിയല്ലോ, നേരെ ഈ പറഞ്ഞ ടാൻ കാര്യങ്ങളൊക്കെ റിമൂവ് ആയി പോവുമല്ലോ. എന്താണെങ്കിലും ഈ ഒരു സോപ്പിന്റെ പ്രൊമോഷൻ ചെയ്തേക്കുന്ന നമ്മുടെ ജാസ്മിൻ ജാഫറിന്റെ ഒരു വീഡിയോ നമുക്ക് കാണാൻ സുഹൃത്തുക്കളെ. ഒരുപാട് ഫേക്ക് പ്രോമിസസ് ഒന്നും ഇല്ലാതെ ഞാൻ ഓൺലൈനിൽ കണ്ടൊരു പ്രൊഡക്റ്റ് ആട്ടോ ഇത്. അതെ, ഒരുപാട് ഫേക്ക് പ്രോമിസ് ഒന്നും ഇല്ലാതെ കണ്ടൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഫേക്ക് പ്രോമിസും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഫേക്ക് പ്രോമിസ് ആണ് സുഹൃത്തുക്കളെ ഇവിടെ കൊടുത്തോണ്ടിരിക്കണേ. ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ മാരക റിസൾട്ട് ഒന്നും എനിക്ക് ഉണ്ടായില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് വിസിബിൾ റിസൾട്ട് കാണാൻ പറ്റി. വാവ്, കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര 7 ദിവസം കഴിച്ചപ്പോൾ ആ ഒരു വിസിബിൾ റിസൾട്ട് കിട്ടി. ആ ഫോട്ടോസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? അത് ഓരോ ദിവസം കഴിച്ചപ്പോൾ പെട്ടെന്ന് കളർ മാറി മാറി വന്ന ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. കാര്യം ഞാനും ഇത്തരത്തിലുള്ളൊരു പുതിയൊരു ഇൻവെൻഷൻ നടത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് അത് പരിചയപ്പെടുത്താണ്. ഇപ്പം നിങ്ങൾ എൻ്റെ മുഖം ഫേസ് കണ്ടില്ലേ? കാര്യം സൂര്യത്തിൻ്റെ വെട്ടമൊക്കെ വൈകുന്നേരമായില്ല, ഇവിടെ വെട്ടമൊക്കെ പോയി ഇച്ചിരി ഡള്ളായിട്ടിരിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഞാൻ ഇപ്പം കണ്ടോ, നിങ്ങൾ കണ്ടില്ലേ എൻ്റെ മുഖം ഭയങ്കര ബ്രൈറ്റ് ആയത് നിങ്ങൾ കണ്ടില്ലേ ഗൈസ്? കണ്ടില്ലേ? ഇത് ഇൻസ്റ്റന്റ്ലി പെട്ടെന്ന് നമുക്ക് ബ്രൈറ്റ് ആവാൻ പറ്റുന്ന ഒരു കണ്ടുപിടുത്തമാണ്. യെസ്, ഐ ബിക്കേം എ സയന്റിസ്റ്റ് ഗൈസ്. ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക, മനുഷ്യരാശിക്ക് തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു കണ്ടുപിടുത്തമാണ് സുഹൃത്തുക്കളെ ഇവിടെ നടത്തിയിരിക്കുന്നത്. നിങ്ങൾക്കും ഈ ഒരു കാര്യം ട്രൈ ചെയ്യുന്നതാണ്. ഇൻസ്റ്റന്റ്ലി നിങ്ങൾക്ക് ഇതുപോലെ വെളുക്കാവുന്നത്, ബ്രൈറ്റ് ആവുന്നതാണ്. വേറെ ഒന്നും വേണ്ട, നിങ്ങളുടെ ഫോണിനകത്തുള്ള ഫ്ലാഷ് ഇതുപോലെ ജസ്റ്റ് ഓൺ ആക്കി ഇങ്ങനെ വെച്ചാൽ മതി, പെട്ടെന്ന് നിങ്ങൾക്ക് ബ്രൈറ്റ് ആവാം. ഈ സെയിം മെത്തേഡ് തന്നെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ജാസ്മിൻ ജാഫറും കൊച്ചു കള്ളി അതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. ഇനി നമുക്ക് ബാക്കി കാണാൻ സുഹൃത്തുക്കളെ. കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് യൂസേഴ്സ് അവരുടെ പോസിറ്റീവ് റിവ്യൂസ് ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇനിയിപ്പോ ആ കൂട്ടത്തിൽ എന്റെയും കൂടെ ആവട്ടെ. ടാനിങ് റിമൂവ് ചെയ്യാൻ സ്കിൻ എക്സ്ഫോലിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഈ സോപ്പ് സ്കിന്ന് ഡാമേജ് ചെയ്യാതെ വളരെ ജെന്റിലായി ചെയ്യും. ഈ സോപ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇതൊരു ഡുവൽ ടെക്സ്ചർ ആട്ടോ വരുന്നത്. ഈ സോപ്പ് കണ്ടാലേ അറിയാം ഒരു ഉഡായിപ്ലിക്കേഷൻ പിടിച്ചൊരു സോപ്പാണ് അത്. റഫ് സൈഡ് നമ്മുടെ ടാൻ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്ന് ജെന്റിലായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യാനും നമ്മുടെ ഡെഡ് സ്കിൻ മാറ്റാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ സോഫ്റ്റ് സൈഡ്, അത് നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്ത് നറിഷ് ചെയ്ത് സോഫ്റ്റനാക്കി ഫ്രഷ് ആൻഡ് സ്മൂത്ത് ആക്കി വെക്കും. അതതിന്റെ റഫ് സൈഡ് വെച്ച് ഉറച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മാറ്റിയിട്ട് സെറ്റാക്കി തരും ടാൻ റിമൂവ് ഒക്കെ എന്ന് പറഞ്ഞാൽ. അങ്ങനെ എങ്ങനെയാണെങ്കിൽ എടേ ഇത് ടാൻ എന്ന് പറയുന്ന ചെളിയല്ലല്ലോ കഴുകി ഉരച്ച് കളയാനൊക്കെ ഉണ്ട്. ഇത് ടാൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിൽ ഈ സൺലൈറ്റ് ഒക്കെ അടിച്ചിട്ട് അങ്ങനെ വരുന്നൊരു സംഭവം അല്ലേ. അപ്പോൾ അത് ചെളിയല്ലല്ലോ ഇങ്ങനെ കഴുകുക. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കഴുകാനാണെങ്കിൽ ഒരു ചകിരി എടുത്തിട്ട് വെച്ചിട്ട് ഏതെങ്കിലും സോപ്പ് എടുത്തിട്ട് എച്ചങ്ങ് വരയ്ക്കാൻ മതിയല്ലോ, അതങ്ങ് തൊലിയോടെ അങ്ങ് ഇളകി പൊക്കോളല്ലോ. പ്രീമിയം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സാൻഡൽവുഡ്, സാഫ്രോൺ, കോക്കനട്ട് ഓയിൽ, ഗോട്ട് മിൽക്ക് തുടങ്ങിയവയാണ് ഈ മാജിക് സോപ്പിൽ അടങ്ങിയിട്ടുള്ളത്. സൊമാലിയയിലെ പട്ടിണിപ്പാവങ്ങൾ ഇപ്പോഴും ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ കിടന്ന് നെട്ടോട്ട് ഓടുകയാണ്. അപ്പോഴാണ് ഇവിടെ ആട്ടുംപാലെടുത്ത് സോപ്പിനകത്ത് ഒഴിച്ചിട്ട് കുളിക്കുന്നത്. എടേ, ഇത് നമ്മൾ ഈ അടുപ്പയിലോട്ട് പാത്രത്തിൽ വെച്ചിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇച്ചിരി തേയിലപ്പൊടി ഇട്ട് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചായ ഇട്ട് കുടിക്കാൻ പറ്റുമോ? ആട്ടുംപാലിട്ട ചായ അത് സൂപ്പറാ. പക്ഷേ സോപ്പിന്റെ വായിക്കത്തൂടെ മറ്റേ പതേ നോരയൊക്കെ വരുത്തില്ലയോ? അപ്പോൾ ഇത് ഇതുവഴി ഒക്കെ വരുമെന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ വേണ്ട കേട്ടോ, ഇത് സജസ്റ്റഡ് അല്ല കേട്ടോ. ഞാനിത് സജസ്റ്റ് ചെയ്യുന്നില്ല. പാല് കാച്ചി കുടിക്കാനെ കൊണ്ട് ചായ ഇടാനെ കൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. പിന്നെ ഫ്രാഗ്രൻസ് സൂപ്പർ റിഫ്രഷിംഗ് ആണ്. ഇത് യൂസ് ചെയ്താൽ പിന്നെ പെർഫ്യൂം പോലും വേണ്ടി വരില്ല കേട്ടോ. ഇനിയിപ്പോ 1-2 ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഒന്നും വന്നില്ല എന്ന് ആരും പരാതി പറയരുത്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ മാജിക് പോലെ റിസൾട്ട് വരും, എനിക്ക് വന്ന പോലെ. ഇനിയിപ്പോ കൊച്ചു കള്ളി, വലിയ കള്ളിയാണ്. ഇവിടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചത് കണ്ടില്ലേ? മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രിക്കാണ്. ഇത് കണ്ടപ്പോൾ ഭയങ്കര ബ്രൈറ്റ് ആയി. ഇപ്പൊ ഞാൻ കാണിച്ചത് ഇതാണ് എന്റെ ബിഫോർ. ഞാൻ ഈ ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റന്റ്ലി എനിക്ക് പെട്ടെന്ന് കളർ ചേഞ്ച് ആയി. കണ്ടില്ലേ? ഇത് തന്നെയാണ് പുള്ളിക്കാരി അവിടെ ചെയ്തേക്കുന്നത്. സ്റ്റബോൺ ആയിട്ടുള്ള ടാനിങ് ഓൺലൈനിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 20-25 ഡേയ്സ് യൂസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് അടിപൊളി വിസിബിൾ റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ടാൻ എന്ന് കമന്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം.
ഐ ഹോൾഡ് എ PhD ഇൻ റെഡ്യൂസിങ് ബോഡി ടാൻ. മാജിക് സോപ്പ് എന്ന് പറഞ്ഞാൽ PhD എടുത്തിട്ടുണ്ട്. സീരിയസ്ലി PhD എടുത്തേക്കുന്ന ഒരു സോപ്പ്. എൻ്റെ പൊന്നടാവേ, മനുഷ്യന്മാർക്ക് മാത്രം എടുക്കാൻ പറ്റുന്ന PhD ഒരു സോപ്പ് എടുത്തേക്കാണ്. എന്നല്ലേ ശാസ്ത്രത്തിന്റെ ഒരു വളർച്ചയെ. ഇനി ഇത് മാത്രമല്ല, നമ്മുടെ അമലപ്പോൾ പുള്ളിക്കാരി ചന്ദ്രിക ചേച്ചിനെ വിട്ടിട്ട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിട്ട് നമുക്ക് അതോടൊന്ന് കാണാം. വർഷങ്ങളായിട്ടുള്ള ഈ ടാൻ DIY മാസ്ക് വെച്ചിട്ട് പോകാൻ പാടാണ്. അത് മാത്രമല്ല ഡെയിലി അത് ഇട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഗെറ്റ്സ് മെസ്സി ആൻഡ് കുറച്ച് ഇൻകൺവീനിയന്റ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അടിപൊളി പ്രാക്ടിക്കൽ നല്ല റിസൾട്ട് തരുന്ന ഒരു സൊല്യൂഷൻ വന്നത്. ഘർ സോപ്പ് ഹാൻഡ് മെയ്ഡ് ആണ്. അതിന്റെ മാജിക് സോപ്പ് ആണ് ഇത്. ഇത് ഒരു 2 weeks ആയി ഞാൻ യൂസ് ചെയ്യുന്നു. ആൻഡ് ഗൈസ്, ഐ എം ആക്ച്വലി സീയിങ് ഗുഡ് റിസൾട്ട്. ടാൻ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടല്ലോ ആ സെയിം സാധനം തന്നെയാണ് ഇവിടെ. ആ സെയിം സ്ക്രിപ്റ്റ് തന്നെയാണ് ഇപ്പോഴത്തെ സാധനം. ആൻഡ് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ നമ്മുടെ റിയേച്ചിനെ വിട്ടോ? റിയേച്ചി സജസ്റ്റ് ചെയ്തതല്ലേ ഇത്? സാധാരണ നിങ്ങൾ റിയേച്ചി സജസ്റ്റ് ചെയ്തിട്ടാണെന്നുള്ളത് നിങ്ങൾ പറയാറുള്ളത്. പക്ഷെ ഇപ്പൊ റിയേച്ചിനെ നിങ്ങൾ വിട്ടു. നിങ്ങൾ ട്രൂ ഫ്രണ്ട് അല്ല കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. എന്നിട്ട് നിങ്ങൾ ചന്ദ്രിക ചേച്ചിനെ ഇട്ടു. അന്നൊരു പാട്ടുണ്ടായിരുന്നല്ലോ, ചന്ദ്രിക ചേച്ചിയുടെ വീട് കണ്ടാൽ അമ്പിളി മാമനുദിച്ച പോലെ പായലും പൂപ്പലും മുട്ടു. അയ്യോ, അത് വേറെ പെയിന്റിന്റെ പരസ്യമായിരുന്നു. മാജിക് സോപ്പിന്റെ പിന്നിലുള്ള സയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 ടെക്സ്ചർ ആണ് 2 സൈഡിലും. ദിസ് സൈഡ് ഇസ് എ ബിറ്റ് റഫ്, സോ അത് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യും. ആൻഡ് ഈ വശം ഇറ്റ് ഇസ് സ്മൂത്ത്, സോ ഇത് മോയ്സ്ചറൈസ് ചെയ്യും. ബൈ ദ വേ, നിങ്ങൾ പെർഫ്യൂം വാങ്ങിക്കാനിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെർഫ്യൂം വാങ്ങിക്കേണ്ട കാര്യമില്ല. കാരണം ഈ സോപ്പിന്റെ ഫ്രേഗ്രൻസ് അടിപൊളിയാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് രക്തചന്ദനം, കുങ്കുമപ്പൂവ്, ആട്ടുംപാല്, പിന്നെ നല്ല വെളിച്ചെണ്ണ, ഓൾ ഓർഗാനിക് പ്രീമിയം ഇൻഗ്രീഡിയൻസ് ദാറ്റ് മേക്സ് ദ സോപ്പ് സ്മെൽസ് ഡിവൈൻ. ഗർ സോപ്പിന്റെ ഈ മാജിക് സോപ്പ് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അതുകൊണ്ട് ഐ എം ജസ്റ്റ് സ്റ്റോക്കിംഗ് ഇറ്റ് അപ്പ് ഫോർ മൈ ഫേവറേറ്റ് പീപ്പിൾ. വാവ്, പരിമളം സുഗന്ധം പരക്കട്ടെ. പക്ഷെ ഇതിനകത്ത് ഏറ്റവും കോമഡി വെച്ചാൽ ആട്ടുംപാൽ ഒഴിച്ചുണ്ടാക്കിയ സോപ്പ്. അടി ബദാമും ഈ മറ്റേ വിജയുടെ ഒരു സിനിമക്കകത്ത് പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, മറ്റേ ഈ ബദാമും മറ്റേ സ്ട്രോബെറി ഇതെല്ലാം കൂടെ ഇട്ടുണ്ടാക്കുന്ന സോപ്പ്. കുറെ എണ്ണത്തിന് ഇതൊന്നും കിട്ടാതെ കിടക്കുകയാണ്. നിങ്ങൾ എത്ര പേര് ഡെയിലി ആട്ടുംപാൽ കുടിക്കുന്നുണ്ട്? പോട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ആട്ടുംപാൽ കുടിക്കും നിങ്ങൾ എത്ര പേരുണ്ട്? പറ, അപ്പോട്ടും പറ. അല്ല പിന്നെ ഇത് സോപ്പിനകത്തിട്ടിട്ട് എന്റെ പൊന്നടാവേ. ഇനി ഇതിന്റെ ഒരു ശാസ്ത്രീയ വശത്തിലോട്ട് നമുക്ക് പോകാൻ സുഹൃത്തുക്കളെ. ഒരു ഡോക്ടർ പറയുന്ന കന്നഡകാരി പുള്ളിക്കാരി പറയുന്ന వీడియోలో നമുക്കൊന്ന് కేക്കാം. నేను ఈ సోప్ ని గత 15 రోజుల నుంచి కంటిన్యూస్ గా వాడుతున్నాను. రిజల్ట్స్ నిజంగా సర్ప్రైజింగ్ గా ఉంది. మీరు కూడా ఇవన్నీ నమ్ముతున్నారా? 1 day కాదు, 1 month కాదు, మీరు 1 year వాడినా మీ పిగ్మెంటేషన్ ఈ సోప్ వల్ల పోదు. మీ పాకెట్ మాత్రం ఖాళీ అయిపోతుంది. సోప్స్ అనేది కేవలం మన స్కిన్ ని క్లీన్ చేయటం మాత్రమే చేస్తుంది. అంతేగాని పిగ్మెంటేషన్, పింపుల్స్ అనేది మన స్కిన్ డీప్ లో ఉన్న కండిషన్స్. అండ్ ఈ పిగ్మెంటేషన్ అనేది UV డ్యామేజ్ వల్ల జరుగుతుంది. అది కేవలం ఒక సోప్ అనేది ఎలా రిమూవ్ చేస్తుంది? సో దయచేసి ఇలాంటి స్కామ్స్ కి మీరు పడద్దు. అండ్ అంతేకాకుండా ఈ సోప్ వెనకాల స్క్రబ్బింగ్ కూడా ఉంది. మీరు అలాంటి సోప్స్ యూజ్ చేసినట్టయితే మన స్కిన్ మీద ఉండే న్యాచురల్ బ్యారియర్ కూడా డిస్టర్బ్ అయ్యి స్కిన్ డ్రైగా, సెన్సిటివ్గా, ఇంకా పిగ్మెంటేషన్ డెవలప్ అయ్యే ఛాన్సెస్ ఉంటాయి. సో మీ డబ్బులు ఇలాంటి సోప్ మీద అస్సలు వేస్ట్ చేసుకోవద్దు. థ్యాంక్ యూ. കേട്ടല്ലോ, ഒരു ഡോക്ടർ പറയുന്നൊരു സംഭവമാണിത്. പിന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ മറ്റു പല ഡോക്ടേഴ്സും പല ഡോക്ടേഴ്സ് ഇതുപോലെ കുറേയുള്ള പ്രോഡക്ട്സ് ഒക്കെ, ഇത്തരത്തിലുള്ള ഫേക്ക് പ്രോഡക്ട്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫേക്ക് പ്രോഡക്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഫേക്കായിട്ട് ആൾക്കാരിലോട്ട് ഇട്ട് കൊടുക്കുന്ന സംഭവമാണ്. ഇൻസ്റ്റന്റ് പെട്ടെന്ന് വൈറ്റനിങ് ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഭവം ഇട്ട് കൊടുക്കുന്നതിനുള്ള അത്തരത്തിലുള്ള ചില ഡോക്ടേഴ്സ് കൂടി ഉണ്ട് ഇത്തരത്തിലുള്ള പ്രൊമോഷൻ ചെയ്യുന്നത്. അങ്ങനെ അത്തരത്തിൽ മുമ്പ് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇനി വീഡിയോയുടെ മുന്നോട്ട് നമുക്കത് സംസാരിക്കാം. ഇനി മലയാളത്തിൽ ഈ ഒരു വീഡിയോനെ ഈ ഗർ സോപ്പിനെ എക്സ്പോസ് ചെയ്തിട്ട് ഒരു പുള്ളി ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ അത് ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. ഉപയോഗിച്ച ഒരാളെന്ന നിലയിലും സയന്റിഫിക് അനാലിസിസിന് ശേഷവും അതേപോലെ തന്നെ ഒത്തിരി ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷവും ഉള്ള എന്റെ ഒരു റിവ്യൂ വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇതിന്റെ A to Z ഡീറ്റെയിൽസ് കിട്ടും. ഇത് വാങ്ങണോ വേണ്ടോ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ആദ്യം തന്നെ ഇവരെ സോപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന I have a PhD in removing tan അല്ലെങ്കിൽ reducing tan എന്ന് പറയുന്ന ആ ഒരു കോട്ട്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഈ PhD എന്ന് പറയുന്ന സാധനം ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഡിഗ്രിയാണ്. അതായത് ഒത്തിരി വർഷത്തെ ഒരാളുടെ ഹാർഡ് വർക്ക്, റിസർച്ചിനൊക്കെ ശേഷം കിട്ടുന്ന ഒരു സാധനമാണ്. അല്ലാതെ ഒരു സോപ്പിന് കൊടുക്കാൻ പറ്റുന്നതല്ല. അതൊരു മനുഷ്യനെ കിട്ടത്തുള്ളൂ. അല്ലാത്ത പക്ഷേ ഈ സോപ്പിന് PhD കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സോപ്പ് പോയി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച
പൊടിച്ചെടുത്ത സാധനമാണെന്നാണ് അർത്ഥം, വിച്ച് ഇസ് നോട്ട് പോസിബിൾ. ഇത് ആക്ച്വലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടിയും ഇത് അവരുടെ ആ സോപ്പിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കുമ്പോൾ ഇൻഡയറക്ട്ലി ആൾക്കാരുടെ മനസ്സിലേക്ക് ഇവർ കുത്തിവെക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ എന്റെ സോപ്പ്, ഈ സോപ്പ് ഗർ സോപ്പ് എന്ന് പറയുന്ന സോപ്പ് ടാൻ റിമൂവലിൽ ഒരു അഗ്രഗണ്യനാണ്, അഥവാ എന്തോ ഒരു എക്സ്പേർട്ട് ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഐ ഹാവ് എ PhD ഇൻ ടാൻ റിമൂവൽ അല്ലെങ്കിൽ റെഡ്യൂസിംഗ് എന്ന് എഴുതി വെച്ചേക്കുന്നത്. സോ ആൾക്കാരുടെ മനസ്സിലേക്ക് ആ ഒരു എക്സ്പേർട്ട് ആണെന്ന് ഉള്ള ഒരു ഇംപ്രഷൻ കുത്തിവെക്കാൻ വേണ്ടിയിട്ട്, വിച്ച് ഇസ് നോട്ട്. ശരിക്കും അവിടെ കൊടുത്തേക്കുന്ന ആ ഒരു ലൈൻ ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുന്ന ഒരു ലൈൻ തന്നെയാണ്. കാരണം ആൾക്കാരുടെ മനസ്സിലേക്ക് ഇല്ലാത്ത ഒരു പ്രതീക്ഷ തരുന്ന ഒരു ലൈനാണ്. അതങ്ങനെ കൊടുക്കാൻ പാടില്ല ശരിക്കും ഒരു അഡ്വർടൈസ് ചെയ്യാന്ന് പറഞ്ഞാണെങ്കിലും. എനിവേ അവരുടെ സോപ്പിന്റെ പെട്ടിയിൽ ഫസ്റ്റ് എഴുതി വെച്ചിരിക്കുന്ന സാധനം തന്നെ ഒരു ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് ലൈനാണ്, അല്ലാതെ ഒരു ഉള്ള ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും അല്ല എന്നുള്ളത് മനസ്സിലായല്ലോ. ഇതൊരു ഭൂരിഭാഗം ആൾക്കാർക്ക് അറിയുന്ന കാര്യമായിരിക്കും, ബട്ട് സ്റ്റിൽ അറിയാത്ത കുറച്ച് പേര് ലൈക്ക് വേറെ എന്തെങ്കിലും ഇത് സയന്റിഫിക് ആയിട്ട് എന്തൊക്കെ ഉണ്ട്, ഇതിന് ഭയങ്കര എക്സ്പേർട്ട് ആണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവരോട് പറയാനുള്ളത് ഇതിന് അങ്ങനെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ക്ലെയിമും തന്നെ ഇല്ല. ഓക്കെ, എന്താണെങ്കിലും ഞാൻ അന്വേഷിച്ച് വെച്ചിട്ട് അവരുടെ വെബ്സൈറ്റിലോ എവിടെയും തന്നെ അങ്ങനെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു റിസർച്ച് എവിഡൻസോ ഒന്നും തന്നെ ഇല്ല. സോ അപ്പൊ അത് കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ ക്ലെയിമിലേക്ക് പോകുകയാണെങ്കിൽ ഏറ്റവും മെയിൻ സാധനം ടാൻ റിമൂവ് ചെയ്യോ, 1 വാഷിലൊക്കെ റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടി എന്ന് പറയുന്ന ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. സോ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ഈ കാര്യം ഒത്തിരി വട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ ടാൻ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് നിങ്ങൾ അറിയണം. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒത്തിരി വീഡിയോസിലായിട്ട്. ടാൻ എന്ന് പറയുന്നത് ഒരു ചെളിയല്ല, അതായത് ഇവർ ഈ മാർക്കറ്റിംഗിന് വേണ്ടി കാട്ടുന്ന പോലെ കഴുകി കളയാൻ പറ്റുന്ന ഒരു ചെളിയോ കാര്യങ്ങളോ അല്ല. നമ്മുടെ സ്കിൻ ആക്ച്വലി സണ്ണുമായിട്ട് എക്സ്പോസ്ഡ് ആകുമ്പോൾ അത് മെലനിൻ എന്ന് പറയുന്ന ഒരു സാധനം പുറപ്പെടുവിക്കും. ആ ഒരു സാധനത്തിനെയാണ് നമ്മൾ ഈ ടാൻ എന്ന് വിളിക്കുന്നത്. സോ അവിടെ തന്നെ നിങ്ങൾ കോമൺ സെൻസ് വെച്ചിട്ട് ചിന്തിച്ച് നോക്കുക. ഇനിയെങ്കിലും ഒരൊറ്റ വാഷിൽ ടാൻ റിമൂവ് ആയി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരുത്തം വരുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, അവൻ നിങ്ങളെ പറ്റിച്ച ഒരു സാധനം നിങ്ങളുടെ അടുത്തേക്ക് വിൽക്കാൻ ശ്രമിക്കുകയാണ്. അല്ലാതെ ഒരൊറ്റ വാഷിലൊന്നും ടാൻ മാറ്റാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റും ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നവരെ ഇറങ്ങിയിട്ടില്ല. ഇനിയിപ്പോ ചിലപ്പോൾ നാളെ അഡ്വാൻസ്ഡ് ആവുകയാണല്ലോ സൊസൈറ്റി. സോ നാളെ ചിലപ്പോൾ ഇറങ്ങിന്ന് വരാം, ഇന്ന് എന്താണെങ്കിലും ഇല്ല. ഇനി ഇവരെ സോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ലൈക്ക് സാഫ്രോൺ, ഗോഡ് മിൽക്ക്, ചന്ദനം, അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. ബട്ട് അതിലൊന്നും ഒരു സയന്റിഫിക് ആയിട്ടുള്ള നമ്മുടെ ടാൻ മാറ്റാൻ പറ്റിയ ഒരു ഇൻഗ്രീഡിയന്റും ഈ പ്രൊഡക്റ്റിൽ നാച്ചുറൽ ആയിട്ടുള്ള കുറെ സാധനങ്ങളാണ് ഇവരുടെ പ്രൊഡക്റ്റിലുള്ളൂ. ഇപ്പൊ സയന്റിഫിക് ആയിട്ടുള്ള ഗ്ലൂട്ടതയോണോ അല്ലെങ്കിൽ കോജിക് ആസിഡോ ഗ്ലൈക്കോളിക് ആസിഡോ ഇതൊക്കെ ഉണ്ടെന്ന് തന്നെ വെച്ചാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അറ്റ് ദ എൻഡ് ഇതൊരു സോപ്പാണ്, അതായത് ഒരു വാഷ് ഓഫ് പ്രോഡക്റ്റ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, നമ്മൾ എത്ര നേരം മാക്സിമം ഒരു സോപ്പ് ഉപയോഗിക്കും? ഒരു ശരാശരി മനുഷ്യന് ഒരു 30 to 60 സെക്കൻഡ് ആണ് മാക്സ് സോപ്പ് അവന്റെ മേത്ത് ഉപയോഗിക്കുക. ഈ ഒരു 30 to 60 സെക്കൻഡ് നമ്മുടെ മേത്ത് ആ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ അത് കഴുകിക്കളയും. അതുകൊണ്ടാണ് ഇതിന് ഒരു വാഷ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ അത് കഴുകിക്കളയും. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനത്തെ വാഷ് ഓഫ് പ്രോഡക്റ്റിൽ പെടുന്ന ഫേസ് വാഷ്, സോപ്പ്, ഇങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും നമ്മുടെ ടാൻ എന്ന് പറയുന്ന ഇന്നർ ആയിട്ടുള്ള സാധനത്തിന് റെഡ്യൂസ് ചെയ്യാൻ ഒരു കഴിവില്ല. സയന്റിഫിക്കലി അതിന് ഒരു എവിഡൻസ് ഇല്ല. നിങ്ങൾ അതേപോലെ തന്നെ ഒന്ന് ജസ്റ്റ് കോമൺ സെൻസ് ചിന്തിച്ച് നോക്കുക, നമ്മുടെ സ്കിന്നിന്റെ ടോപ്പ് ലെയറിൽ ആ സർഫേസ് ലെയറിൽ വേറെ ഒരു 30 സെക്കൻഡ് ഒരു സാധനം എങ്ങനെ തേച്ച് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അകത്തുള്ള ടാനിനെ എങ്ങനെയാണ് ഇത് റെഡ്യൂസ് ചെയ്യുന്നത്? അതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സോപ്പ് എന്ന് പറയുന്ന സാധനം ടാനുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ടാൻ മാറ്റാൻ വേണ്ടിയിട്ട് സോപ്പ് വാങ്ങാൻ നിൽക്കുന്നവരുടെയൊക്കെ പൈസ പോക്കറ്റിൽ ഇരിക്കുകയും ചെയ്യും. ആൻഡ് ഇവരുടെയൊക്കെ ഈ ജാസ്മിൻ ജാഫറിന്റെ പുള്ളിക്കാരിയുടെയും ഈ പ്രൊമോഷനൊക്കെ ചെയ്തേക്കുന്ന പലരുടെയും വീഡിയോസിന്റെ താഴെ ഇത്തരത്തിൽ കമന്റ്സിലായിട്ട് തന്നെ ആൾക്കാർ പറയുന്നുണ്ട് ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മൾ സോപ്പ് ദേഹത്ത് കുറച്ച് നേരം ഇട്ടിട്ട് പെട്ടെന്ന് നമ്മൾ കഴുകി കളയല്ലേ. അപ്പൊ അങ്ങനെയുള്ള സാധനത്തിന് ഇൻസ്റ്റന്റ്ലി നമ്മളൊന്ന് ബ്രൈറ്റ് ആക്കുക, അല്ലെങ്കിൽ കുറച്ച് ദിവസം ഇത് ഉപയോഗിച്ച് പെട്ടെന്ന് വരിക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതല്ല അതിനപ്പുറത്തേക്ക് പെട്ടെന്ന് അങ്ങനെ ആക്കാൻ പറ്റുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്രത്തോളം കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടാവും, നമ്മുടെ ബോഡിന് എത്രത്തോളം അത് അതിന്റെ പിന്നീട് എന്തൊക്കെ സൈഡ് എഫക്ട് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. എന്താണെങ്കിൽ ഇത് ഉപയോഗിച്ച രണ്ടാളുകളുടെ എക്സ്പീരിയൻസോടെ നമുക്ക് കേൾക്കാം. അപ്പൊ കാറിന്റെ സോപ്പ് ഉപയോഗിച്ച് ഈ ഒരു പരിവായിട്ടുണ്ട്. ഇതിന്റെ റിസൾട്ട് പറയുന്നതിന് മുമ്പ് ഇത് ഉപയോഗിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചെറിയ മൈന്യൂട്ടായിട്ട് എന്ത് പോസിറ്റീവ് ഉണ്ടെങ്കിലും അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ സോപ്പ് ഉപയോഗിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മളെല്ലാവരും പറ്റിക്കാനുള്ള ഒരു കഴിവ് ഈ സോപ്പിനുണ്ട് സത്യമായിട്ടും. കാരണം ഇത് ഉപയോഗിക്കുന്ന ടൈമില്ലേ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു കയ്യിൽ മാത്രം തേച്ച് ഒരു കയ്യിൽ തേച്ചില്ല, എന്നിട്ട് ഇതൊന്ന് കഴുകി കളയുമ്പോൾ ഒരു റിസൾട്ട് കാണണം ഗൈസ്. നമ്മൾ ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് ആണ്. ആ ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഓഫ് ഇത് ടാനൊക്കെ അങ്ങ് മാറ്റും, ഫുള്ള് സെറ്റ് ആവുമെന്ന് വിചാരിക്കുക. പക്ഷേ അവിടെയാണ് നമ്മൾ എല്ലാവരും പറ്റിക്കപ്പെടുന്നത്. ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് വെറും കുറച്ച് മിനിറ്റ്സിലേക്ക് നമ്മളൊന്ന് കുളിച്ചിറങ്ങുന്ന ആ ഒരു ടൈമിലേക്കുള്ള ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് വെച്ചാൽ ഒരു ഉപയോഗമില്ല. ഇതുകൊണ്ട് ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരു ഉപയോഗമില്ല. ടാൻ മാറുന്നതിൽ PhD എടുത്ത സോപ്പാണ് ഇതെന്നൊക്കെയാണ് പറയുന്നത്. സത്യം പറഞ്ഞ ഇവന്മാരോടൊക്കെ നമ്മൾ ഈ സാധനം മേടിച്ച് പൈസ തിരിച്ച് വാങ്ങാൻ വേണ്ട ഗൈസ്. ഉള്ളത് പറയാലോ, നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രമല്ല, ഞാൻ എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ പറയണമെന്ന് വിചാരിച്ചു തന്നെ ചെയ്തത്. പക്ഷേ ഒന്നും പറയാനില്ല, ഒരു ഉപയോഗമില്ലാത്ത സോപ്പാണ്. സോ ഇതാണ് എന്റെ റിവ്യൂ. നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റിൽ അറിയിക്കും. ഹലോ, അപ്പൊ ടാൻ റിമൂവ് ആവാനായിട്ടുള്ള ഒരു റെമഡി ടോപ്പിക് നടക്കുകയാണ് നിങ്ങൾ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടത്. ഇത് നമ്മളുടെ സ്വന്തം ഗർസോ, അതായത് നമ്മുടെ സ്വന്തം കാര്യം വരട്ടെ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് 170 rupees കൊടുത്തിട്ട് എനിക്ക് ബോഡി ഫുള്ള് ഞങ്ങൾ പുറത്തൊക്കെ പോയി ടാനൊക്കെ അടിച്ച് ഭയങ്കര വെയിലാണ്, ടാനൊക്കെ അടിച്ച് ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചൊരു സാധനമാണ്. ഒരുപാട് വീഡിയോസിൽ ടാൻ റിമൂവ് ആയി, സ്കിൻ ബ്രൈറ്റൻ ആയി, ഫേസ് ബ്രൈറ്റൻ ആയി അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ അണ്ടർ ആം ഡാർക്ക്നെസ് വരെ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അത് വിശ്വസിച്ചിട്ട് മേടിച്ചൊരു പ്രോഡക്റ്റാണ്. പക്ഷേ ഇതിന് ഞാൻ മേടിച്ചത് 170 ആണ്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ഇതിൽ കൊടുത്തെങ്കിൽ 220 ആണ് കേട്ടോ. 220 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ പാക്കേജിങ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെയാണ് സോപ്പ് ഉണ്ടാവുക. സോപ്പ് ഇപ്പൊ ഇതിലില്ല. മണം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മണമാണ്. പക്ഷെ ഞാൻ സോപ്പ് ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടോ, ഏകദേശം ഇത്രേ ഉള്ളൂ. ഇത്ര കട്ടി ഉണ്ടായിരുന്നു കേട്ടോ, അത് നല്ല കട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് വേഗം അലിഞ്ഞു പോകുന്നുണ്ട്. ഇതിന്റെ ഒരു ഭാഗം ഇങ്ങനെ സ്ക്രബ് ആയിട്ടാണുള്ളത്, തരി ഒരു ഭാഗം ഇത്രയാക്കി ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട്. ആൻഡ് ഇത് ഞാൻ 12 ദിവസം ഉപയോഗിച്ചതിന് ശേഷമാണ് കേട്ടോ നിങ്ങൾക്ക് റിവ്യൂ തരുന്നത്. ഇത് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സോപ്പ് ആരും മേടിക്കേണ്ട എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ മേടിച്ചിട്ട് 12 ദിവസം ഉപയോഗിച്ചിട്ട് എന്റെ ടൈം ഒരു പൊട്ടിക്ക് പോലും കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല.
ഇതിൽ ഇത്രയും കട്ടിയുള്ള സോപ്പാണ്. ഞാൻ ഇപ്പോൾ ഇത്രത്തോളം ഉപയോഗിച്ചു, എന്നിട്ടാണ് നിങ്ങൾക്ക് ഞാൻ റിവ്യൂ തരുന്നത്. ഒറിജിനൽ ആണ്, ഞാൻ ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് മേടിച്ചതാണ് അവരുടെ. പക്ഷെ ഒരിക്കലും ആരും ഈ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് പൈസ കളയണ്ട. ബിക്കോസ് ഇതിനേക്കാളും ബെറ്റർ ആണ് കോസി കെയർ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കോസി കെയർ ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ കോസി കെയർ സോപ്പ് ഇതിനേക്കാളും ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്റെ പൈസ പോയത് വെച്ചാൽ നിങ്ങളും കൂടെ എടുത്ത് ചാടിക്കാൻ. ഞാൻ ആലോചിക്കുന്നത് അതല്ലടി, അമല പോളിനൊക്കെ പുള്ളിക്കാരിയൊക്കെ ഒരു ആക്ട്രസ് ആയിട്ട് പുള്ളിക്കാരിക്ക് ഇപ്പം മേ ബി വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നുള്ള എനിക്കറിയില്ല. പിന്നെ ജാസ്മിൻ ജാഫറൊക്കെ ഏത് ലൊട്ടിലെടുക്കും കൊടുത്താലും എടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യും. എന്നിട്ട് പറയാ ഈ അധികം ഫേക്ക് പ്രോമിസ് ഒന്നും ഇല്ലാത്തൊരു സാധനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് തന്നെ ഒരു ഇതായിട്ട് തോന്നണില്ലേ? പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഈ ക്രിയേറ്റേഴ്സായിട്ടുള്ള ആൾക്കാർ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആവുക എന്നുള്ളത് മാത്രമാണ്. ഞാനിപ്പം യൂട്യൂബ് അല്ലാതെ ഇൻസ്റ്റയിലും വീഡിയോ ചെയ്യുന്നൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. അപ്പോൾ അവിടെ ഞാൻ മെയിനായിട്ട് ഇപ്പം ഈ പറയുന്ന പ്രൊമോഷൻസ് കാര്യങ്ങളൊന്നും നമ്മൾ പിടിക്കാറില്ല. പിന്നെ കഴിഞ്ഞ മാസമൊക്കെ എനിക്കൊരു 5-6 ഈ ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസിന്റെ കുറെ പ്രൊമോഷൻസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യമേ വേണ്ട എന്ന് പറയുമ്പോഴും ഇവര് വന്നിട്ട് നിങ്ങൾ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട്, ഇപ്പൊ ഞാനാണെങ്കിൽ എമൗണ്ട് ഒക്കെ നല്ല കയറ്റി പറഞ്ഞ് ഓരോരുത്തരുടെ അടുത്ത് നല്ല കയറ്റി പറഞ്ഞു. അപ്പൊ അവരൊക്കെ അതിനോക്കെ സെറ്റ് റെഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ നമുക്ക് മെസ്സേജ് അയക്കുന്നത്. അവരുടെ അടുത്തൊക്കെ ഓക്കെ ഡൺ എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ ചെയ്യാന്ന് കഴിഞ്ഞാൽ നല്ല ചിക്കിൽ നമ്മുടെ പോക്കറ്റ് വീഴും. പക്ഷെ നമുക്കത് വേണ്ട. കാര്യം ആൾക്കാരെ പറ്റിച്ചുകൊണ്ടുള്ള പരിപാടി നമുക്ക് വേണ്ട. പക്ഷെ കുറെ നാൾക്ക് മുന്നേ എനിക്ക് പറ്റിയിരിക്കുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ നാൾക്ക് മുന്നേ ഇത്തരത്തിലൊരു പ്രോഡക്റ്റിന്റെ പ്രൊമോഷൻ ചെയ്യുന്ന ഒരു എൻക്വയറി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അത് ഗൂഗിളിൽ ഈ പ്രോഡക്റ്റിന്റെ സംഭവമൊക്കെ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, 2 ഡോക്ടർമാരുടെ വീഡിയോ കണ്ടു. അതിനകത്തും കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആ 2 ഡോക്ടർമാർ ഇന്ന് പൊക്കി അടിക്കുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റിന്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഡോക്ടർമാർ തന്നെ ഇതിനെ ഇത്തരം പല പ്രോഡക്ട്സിനാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് ബൂസ്റ്റ് ചെയ്യാറുണ്ട്. എന്നിട്ട് സയന്റിഫിക് ആയിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, അപ്പം നമ്മൾ ആരാണെങ്കിലും ഒക്കെ ശരിയാണ്, ഡോക്ടർ പറഞ്ഞേക്കുന്ന കാര്യമല്ലേ, നമ്മളെക്കാട്ടി അറിവുള്ള ആൾക്കാരാണല്ലോ. അപ്പം അതിൽ ചില ആൾക്കാരുടെ എല്ലാവരും അല്ല കേട്ടോ. അപ്പം അങ്ങനെ 2-3 പേര് ഇതുപോലെ ഇതിനെ ഭയങ്കരമായിട്ട് പൊക്കിയടിക്കുന്ന. അപ്പം ഓക്കെ, നമ്മളപ്പം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പ്രശ്നമൊന്നും ഇല്ലാത്തതാണെന്ന് വിചാരിച്ച് നമ്മൾ ഒരു പ്രോഡക്റ്റ് അവരുടെ അടുത്ത് ഓക്കെ പറഞ്ഞ് നമ്മളൊരു പ്രൊമോഷൻ ചെയ്തു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു ഡോക്ടറിന്റെ വീഡിയോ കാണുന്നത് ഇതുപോലെ പ്രോഡക്റ്റിന് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ടെന്നുള്ളത്. അതിനുശേഷം ഞാൻ ആ ഒരു വീഡിയോ റിമൂവ് ആക്കി കഴിഞ്ഞു. പിന്നെ അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ പിടിക്കാനേ പോയിട്ടില്ല. കാര്യം പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ലാസ്റ്റ് ഇതുപോലെയുള്ള എന്തെങ്കിലും കൊനക്ഷൻ കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും, നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആവും. ഏതൊരു പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിലും എന്തിൻ്റെയാണ് പ്രൊമോഷൻ വരുന്നത്. ഇപ്പം എൻ്റെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ മനസ്സിലാവും. കാര്യം നമ്മൾ പ്രൊമോഷൻ ചെയ്തിട്ട് തന്നെ ഒരുപാട് നാളുകളായി. അപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്ന വളരെ നല്ലതായിരിക്കും. പിന്നെ ജാസ്മിൻ ജാഫറൊക്കെ പറഞ്ഞിട്ടില്ല ഒരു ഫേക്ക് പ്രോമിസും ഇല്ലാത്ത രീതിയിൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാണെങ്കിൽ ഇത്രയും കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. ഒപ്പം തന്നെ ഗർ സോപ്പ് ഉപയോഗിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസോടെ കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.